പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചോദ്യങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, വിമർശന ബുദ്ധി വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രമേള വിമർശന ബുദ്ധി വളർത്താൻ, അനേകം ചോദ്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ ഇടയാക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹ്രസ്വമായ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രിയങ്കരനായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT, വൊക്കേഷണൽ എക്സ്പോ എന്നിവ ഉൾപ്പെടെ 7 വ്യത്യസ്ത മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ മഹാമേള കേവലം ഒരു മത്സരവേദിയല്ല, മറിച്ച് സൃഷ്ടിപരമായ ഒരു വിജ്ഞാനോത്സവമാണ്. ഈ വർഷം നമ്മുടെ 57ാമത് സ്കൂൾ ശാസ്ത്രമേളയും അതുപോലെ മേള ഇന്ന് മുതൽ 10 വരെ പാലക്കാട് ജില്ലയിലെ വിവിധ വേദികളിലായി നടക്കുകയാണ്. ഓരോ വർഷവും 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുക. നമ്മുടെ സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ നന്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നവരാണ് മാനവരാശിയിലെ മഹാഭൂരിപക്ഷം പേർ. മാനവ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ എല്ലാ ചുവടുവയ്പ്പിലും ശാസ്ത്രചിന്തകൾ എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി വരുംകാല ലോകക്രമത്ത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഈ ശാസ്ത്ര അറിവുകളെ, ഇനിയും കണ്ടെത്താനിരിക്കുന്ന പുതിയ സത്യങ്ങളെ തേടിയുള്ള യാത്രയ്ക്ക് പുതുതലമുറ നൽകുന്ന ആവേശകരമായ സ്വീകരണമായി ഈ ശാസ്ത്രമേള പരിസമാപ്തിയിലെത്തട്ടെ എന്നാശിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ മേളയ്ക്ക് നൽകുമ്പോൾ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മലമ്പുഴ MLA ശ്രീ A. പ്രഭാകരൻ